ഹലോ ഫ്രണ്ട്സ്, ലക്ഷ്യയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. SCRT ബേസ് ചെയ്തുള്ള ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഗവർണറെ കുറിച്ച് പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏത് എന്നതാണ് ചോദ്യം. ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പരിശോധിച്ച് അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കി പോവാം. ആദ്യ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഗവർണർ അധികാരം ഏറ്റെടുക്കുന്നതിന് മുന്നേ സത്യപ്രതിജ്ഞ ചെയ്യണം എന്നതാണ് സ്റ്റേറ്റ്മെന്റ്. ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് കേട്ടാൽ നമുക്ക് പെട്ടെന്ന് തോന്നും, ഇത് ശരിയാണോ? അധികാരം ഏറ്റെടുക്കും മുമ്പേ സത്യപ്രതിജ്ഞ ചെയ്യണം എന്ന് പറയുന്നത് ശരിയാണോ എന്നൊരു തോന്നലുണ്ടാകും. നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട, ഭരണഘടനാപരമായ എല്ലാ പദവികളും ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഉറപ്പായും സത്യപ്രതിജ്ഞ ചെയ്തിരിക്കണം. ക്ലിയർ ആണ്? ഭരണഘടനാ പദവികളെല്ലാം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഉറപ്പായും സത്യപ്രതിജ്ഞ ചെയ്തിരിക്കണം. ഒരു ഡൗട്ടും വേണ്ട. നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആവട്ടെ, പ്രധാനമന്ത്രി ആവട്ടെ, മന്ത്രിമാരാവട്ടെ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആവട്ടെ, സുപ്രീം കോടതി ജഡ്ജ് ആവട്ടെ, ഭരണഘടനാ പദവികൾ ഇനി ഏതെല്ലാം ഉണ്ടോ അവരെല്ലാം തന്നെ അധികാരസ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഉറപ്പായും സത്യപ്രതിജ്ഞ ചെയ്തിരിക്കണം. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലായി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഗവർണറുടെ സത്യപ്രതിജ്ഞയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 3-ാം ഷെഡ്യൂളിലാണ് എന്നതാണ് സ്റ്റേറ്റ്മെന്റ്. എന്താണ് ഷെഡ്യൂൾ എന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ ഭരണഘടനയെ ഭാഗങ്ങളായി തരംതിരിക്കുന്നുവെന്നും ഈ ഭാഗങ്ങളെ വീണ്ടും അനുച്ഛേദങ്ങളായി വീണ്ടും തരംതിരിച്ചിരിക്കുന്നുവെന്നും ഈ അനുച്ഛേദങ്ങളിൽ ചില അനുച്ഛേദങ്ങൾക്കുള്ള വിവരണാത്മകമായ പട്ടികാരൂപത്തിലുള്ള എക്സ്പ്ലനേഷൻസ് ആണ് ഷെഡ്യൂൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ത്യൻ ഭരണഘടന രൂപം കൊണ്ടപ്പോൾ 8 ഷെഡ്യൂളുകൾ ഉണ്ടെന്നും നിലവിൽ 12 ഷെഡ്യൂളുകൾ ഉണ്ടെന്നും നമുക്കറിയാം. ഇനി നമുക്ക് ഈ ചോദ്യത്തിലേക്ക് പോവാം. ഇത് ഒരു സാധാരണ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി കേട്ടാൽ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്ന് പൂർണ്ണമായും ഉറപ്പിച്ചിട്ടായിരിക്കും അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോകുന്നത്. കാരണം ഈ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ അതിൽ കിടക്കുന്നത് ഗവർണറുടെ സത്യപ്രതിജ്ഞയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 3-ാം ഷെഡ്യൂളിലാണ് എന്നതാണ്. നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഷെഡ്യൂള് 2 പ്രതിപാദിക്കുന്നത് ശമ്പളവും ആനുകൂല്യങ്ങളും, ഷെഡ്യൂള് 3 പ്രതിപാദിക്കുന്നത് സത്യപ്രതിജ്ഞ. ഇങ്ങനെ മാത്രമേ നമ്മൾ പഠിക്കുകയുള്ളൂ. ഒരു സാധാരണ രീതിയിൽ വായിച്ചു പോകുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ആരുടെ എല്ലാം സത്യപ്രതിജ്ഞയാണെന്ന് ചിലപ്പോൾ നോക്കില്ലായിരിക്കാം. അവിടെയാണ് ഈ സ്റ്റേറ്റ്മെന്റിന്റെ പ്രസക്തി വരുന്നത്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഷെഡ്യൂള് 3 പ്രതിപാദിക്കുന്നത് സത്യപ്രതിജ്ഞയെ കുറിച്ച് തന്നെയാണ്. കറക്റ്റ് തന്നെയാണ്. എന്നാൽ ഷെഡ്യൂള് 3-ൽ ഭരണഘടനാ പദവികളിൽ ആരുടെയെല്ലാം സത്യപ്രതിജ്ഞയാണ് പ്രതിപാദിക്കാത്തത് എന്ന് ചോദിച്ചാൽ അത് പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ 3-ാം ഷെഡ്യൂളിൽ പ്രതിപാദിക്കുന്നില്ല, വൈസ് പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ 3-ാം ഷെഡ്യൂളിൽ പ്രതിപാദിക്കുന്നില്ല, ഗവർണറുടെ സത്യപ്രതിജ്ഞയും 3-ാം ഷെഡ്യൂളിൽ പ്രതിപാദിക്കുന്നില്ല. ഗവർണറുടെ സത്യപ്രതിജ്ഞ പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 159-ലാണ്. അപ്പോ പ്രത്യേകിച്ച് 3-ാം ഷെഡ്യൂളില് ഗവർണറുടെ സത്യപ്രതിജ്ഞയെ കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. അപ്പോ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പം ഗവർണറുടെ സത്യപ്രതിജ്ഞയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 3-ാം ഷെഡ്യൂളിലാണ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് പൂർണ്ണമായിട്ടും തെറ്റാണ്. എന്നാൽ ഇവിടെ പറയുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞ പ്രതിപാദിക്കുന്നത് 3-ാം ഷെഡ്യൂളിലാണെന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും ശരിയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആവട്ടെ, ജഡ്ജ് ആവട്ടെ, അവരുടെ സത്യപ്രതിജ്ഞയെ കുറിച്ച് പറയുന്നത് 3-ാം ഷെഡ്യൂളിലാണെന്ന് പറഞ്ഞാൽ അതും ശരിയാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ക്ലിയർ ആണോ? നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. ഗവർണർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് അതാത് സംസ്ഥാനത്തെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് എന്നതാണ് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ തന്നിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഒന്നുകിൽ ആർട്ടിക്കിളില് ഇല്ലെങ്കിൽ ഷെഡ്യൂളില് കൃത്യമായിട്ടും ഒരു ഭരണഘടനാ പദവി ഏറ്റെടുക്കുന്ന വ്യക്തി എന്താണ് സത്യപ്രതിജ്ഞ ചൊല്ലേണ്ടതെന്നും അത് ആരാണ് ചൊല്ലിക്കൊടുക്കേണ്ടതെന്നും കൃത്യമായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ടത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണെങ്കിൽ ഗവർണർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ടത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് തന്നെയാണ്.
അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് പൂർണ്ണമായും ശരിയാണ്. അപ്പം നമുക്ക് ഈ ചോദ്യത്തിൽ കണ്ടെത്തേണ്ടത് എന്തായിരുന്നു? ഏതെല്ലാമാണ് ശരി എന്നായിരുന്നു കണ്ടെത്തേണ്ടിയിരുന്നത്. സ്റ്റേറ്റ്മെന്റില് ഒന്നാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെന്റ് ആണ് ശരി. നമുക്ക് ആ ഉത്തരം ഓപ്ഷനിൽ ഉണ്ടോ എന്നൊന്ന് നോക്കാം. 1 ഉം 3 എന്നത് ബി ഓപ്ഷൻ ആയിരുന്നു. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ബി ഓപ്ഷൻ ആണ്. ഇതെങ്ങനെ നമ്മൾ കണ്ടെത്തുമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ കൃത്യമായിട്ടും വായിച്ച് പഠിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിച്ചാൽ കൃത്യമായിട്ടും നിങ്ങൾക്ക് ആ മാർക്ക് നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങൾ പഠിക്കുന്ന ഓരോ ഒൺവേഡ് ചോദ്യങ്ങളും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണോ നിങ്ങൾക്ക്? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏതാണ് എന്നതാണ് ചോദ്യം. നമുക്ക് എല്ലാ സ്റ്റേറ്റ്മെന്റുകളും പരിശോധിച്ചാൽ മാത്രമാണ് ഇതിൽ ഏതൊക്കെ ശരി ഏതൊക്കെ തെറ്റെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ആദ്യ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത് എന്നതാണ് ആദ്യ സ്റ്റേറ്റ്മെന്റ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് 1921 പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി രൂപം കൊണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1921 ഇത് രൂപം കൊണ്ടത്. അതുകൊണ്ട് ആദ്യ സ്റ്റേറ്റ്മെന്റ് പൂർണ്ണമായും തെറ്റാണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമല്ല പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി രൂപം കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. മന്ത്രിസ്ഥാനം വഹിക്കുന്ന വ്യക്തിക്ക് ഈ കമ്മിറ്റിയിൽ അംഗമാകാൻ സാധിക്കില്ല എന്നതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നത്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയെ കുറിച്ച് നിങ്ങൾ 2-3 കാര്യങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 22 ആണ്. ഇതിൽ 15 പേർ ലോക്സഭയിൽ നിന്നും 7 പേർ രാജ്യസഭയിൽ നിന്നുമാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ ഈ കമ്മിറ്റിയുടെ ജോലി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് വ്യക്തമായിട്ടും ഉത്തരം കണ്ടെത്താൻ സാധിക്കും. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ജോലി എന്ന് പറയുന്നത് CAG റിപ്പോർട്ട് പരിശോധിക്കുക എന്നതാണ്. ഈ CAG റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മന്ത്രിമാർക്കെതിരെ എന്തെങ്കിലുമൊക്കെ കണക്കുകളിൽ തെറ്റുകളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടോ, മന്ത്രിമാരുടെ അഴിമതികൾ എന്തെങ്കിലും പുറത്തു വരുന്നതും എല്ലാം ഈ CAG റിപ്പോർട്ട് പ്രകാരമാണ്. അപ്പൊ ഈ റിപ്പോർട്ട് പരിശോധിക്കാൻ ഒരു മന്ത്രിയെ തന്നെ ഈ കമ്മിറ്റി വെക്കുവോ? ഇല്ല. അപ്പോ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ ഒരു കാരണവശാലും മന്ത്രിമാർക്ക് അംഗമാകാൻ സാധിക്കില്ല. ഈ കമ്മിറ്റിയുടെ ചെയർമാൻ എപ്പോഴും പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നായിരിക്കും. ഈ കമ്മിറ്റിയുടെ ചെയർമാൻ എപ്പോഴും എവിടുന്നായിരിക്കും? പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നായിരിക്കും ഈ കമ്മിറ്റിയുടെ ചെയർമാൻ വരുന്നത്. ഒരു കാരണവശാലും ഒരു മന്ത്രിക്ക് ഈ കമ്മിറ്റിയിൽ അംഗമാകാൻ സാധിക്കില്ല. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഈ സ്റ്റേറ്റ്മെന്റ് അവർ പറയുന്നത് പൂർണ്ണമായും ശരിയാണ്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. ആ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ പറയുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. സ്റ്റേറ്റ്മെന്റ് ഇതായിരുന്നു: രാജ്യസഭാ അംഗങ്ങൾക്ക് ഈ കമ്മിറ്റിയിൽ അംഗമാകാൻ സാധിക്കില്ല എന്നതായിരുന്നു സ്റ്റേറ്റ്മെന്റ്. ഉത്തരം തെറ്റാണ്. ലോക്സഭയിൽ നിന്ന് 15 പേരും രാജ്യസഭയിൽ നിന്ന് 7 അംഗങ്ങളുമാണ് ഈ കമ്മിറ്റിയിലുള്ളതെന്ന് പറഞ്ഞു. ഈ സ്റ്റേറ്റ്മെന്റ് പൂർണ്ണമായും തെറ്റാണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് പാർലമെന്റിലെ ഏറ്റവും വലിയ കമ്മിറ്റിയാണ് ഇതെന്നായിരുന്നു സ്റ്റേറ്റ്മെന്റ്. ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് ചോദിക്കണമെങ്കിൽ ഈ കമ്മിറ്റിയെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ പോരാ, മറ്റൊരു കമ്മിറ്റിയെ കുറിച്ചും അറിയണം. കാരണം അതാണ് പാർലമെന്റിലെ ഏറ്റവും വലിയ കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ പേര് എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്നാണ്. ഈ എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ് പാർലമെന്റ് കമ്മിറ്റികളിൽ ഏറ്റവും വലുത്. എസ്റ്റിമേറ്റ് കമ്മിറ്റിയിൽ 30 അംഗങ്ങളാണുള്ളത്. ക്ലിയർ ആണ്? ഇവിടെ എത്രയുള്ളു? 22 ഉള്ളു. അപ്പോ ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലായി. പാർലമെന്റിലെ ഏറ്റവും വലിയ കമ്മിറ്റി എന്ന് ചോദിച്ചാൽ എഴുതേണ്ട ഉത്തരം എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ്, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അല്ല. അപ്പൊ ഈ 4 സ്റ്റേറ്റ്മെന്റിലും ശരിയായ പ്രസ്താവന ഏത് എന്നതായിരുന്നു ചോദ്യം. മന്ത്രിസ്ഥാനം വഹിക്കുന്ന വ്യക്തികൾക്ക് ഈ കമ്മിറ്റിയിൽ അംഗമാകാൻ സാധിക്കില്ല എന്നതാണ് ഇതിന്റെ ശരിയായ ഒരേ ഒരു പ്രസ്താവന. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്: ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം.
നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയി പരിശോധിക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, മണി ബില്ലുകൾ ഭേദഗതി വരുത്താനോ നിരസിക്കാനോ രാജ്യസഭയ്ക്ക് അധികാരമില്ല എന്നതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. തീർച്ചയായിട്ടും നമ്മൾ മണി ബില്ലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. 2-3 കാര്യങ്ങൾ. ഒന്ന്, ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അനുച്ഛേദം 110 മണി ബില്ലുകൾ ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ സാധിക്കൂ. മണി ബില്ലുകൾ പാർലമെന്റിന്റെ ഏത് സഭയിലാണ് അവതരിപ്പിക്കേണ്ടത് ആദ്യം എന്ന് ചോദിച്ചാൽ രാജ്യസഭ എന്ന ഉത്തരം എഴുതാൻ സാധിക്കില്ല. ഉത്തരം ലോക്സഭയാണ്. ലോക്സഭയിൽ മാത്രമേ മണി ബില്ലുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കൂ. ഒരു ബില്ല് അത് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള പൂർണ്ണമായ അധികാരവും ലോക്സഭാ സ്പീക്കർക്കാണ്. മണി ബില്ലുകൾ ലോക്സഭയിൽ പാസാക്കിയതിനു ശേഷം അത് രാജ്യസഭയിലേക്ക് അയക്കുന്ന സമയത്ത് അതിൽ എൻഡോഴ്സ്മെന്റ് രേഖപ്പെടുത്തേണ്ടത്, ഇതൊരു മണി ബില്ലാണ് എന്ന് കാണിക്കുന്ന സാക്ഷ്യപത്രം രേഖപ്പെടുത്തേണ്ടത് ലോക്സഭാ സ്പീക്കറാണ്. രാജ്യസഭയിൽ എത്തുന്ന മണി ബില്ലിന്മേൽ വളരെ കുറച്ച് അധികാരങ്ങൾ മാത്രമേ രാജ്യസഭയ്ക്കുള്ളൂ. അതായത് ഈ മണി ബില്ലുകൾ രാജ്യസഭയ്ക്ക് ഭേദഗതി വരുത്താനോ നിരസിക്കാനോ സാധിക്കില്ല. പിന്നെ എന്തിനാണ് അങ്ങോട്ട് അയച്ചത് എന്ന് ചോദിച്ചാൽ അവർക്ക് വേണമെങ്കിൽ റെക്കമെൻഡേഷൻസ് പറയാം, നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാം. ഈ നിർദ്ദേശങ്ങൾ പാലിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതും പൂർണ്ണമായും ലോക്സഭ മാത്രമാണ്. അപ്പം ആദ്യ സ്റ്റേറ്റ്മെന്റ് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് എന്ത് മനസ്സിലായി? മണി ബില്ലുകൾ ഭേദഗതി വരുത്താനോ നിരസിക്കാനോ രാജ്യസഭയ്ക്ക് സാധിക്കില്ല എന്ന് പറയുന്ന പ്രസ്താവന പൂർണ്ണമായും ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കലാണ് നമ്മുടെ ജോലി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, വൈസ് പ്രസിഡന്റിനെ പുറത്താക്കുന്നതിനുള്ള പ്രമേയം ആദ്യം അവതരിപ്പിക്കേണ്ടത് രാജ്യസഭയിലാണ് എന്നതാണ് സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾക്കറിയാം, രാജ്യസഭയ്ക്ക് അധ്യക്ഷത വഹിക്കുന്നത് വൈസ് പ്രസിഡന്റ് ആണ്. ഭരണഘടനാപരമായി വൈസ് പ്രസിഡന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 63 വൈസ് പ്രസിഡന്റ് ആയിരിക്കും രാജ്യസഭയുടെ ഔദ്യോഗികമായ ചെയർമാൻ എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 64 അപ്പം ആർട്ടിക്കിൾ 64 പ്രകാരം വൈസ് പ്രസിഡന്റ് ടു ബി ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ എന്നാണ് പ്രതിപാദിക്കുന്നത്. വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് രാജ്യസഭയ്ക്ക് അധ്യക്ഷത വഹിക്കുന്ന വ്യക്തിയാണ്. രാജ്യസഭയും ലോക്സഭയുമായി കമ്പയർ ചെയ്താൽ രാജ്യസഭയ്ക്ക് ലോക്സഭയെക്കാളും ചില കാര്യങ്ങളിൽ മാത്രമാണ് കൂടുതൽ അധികാരമുള്ളത്. വളരെ കുറച്ച് കാര്യങ്ങളിൽ മാത്രമാണ് കൂടുതൽ അധികാരമുള്ളത്. അതിലൊന്നാണ് വൈസ് പ്രസിഡന്റിനെ പുറത്താക്കുന്ന വിഷയം. ഈ വൈസ് പ്രസിഡന്റിനെ പുറത്താക്കുന്ന വിഷയത്തിൽ ഈ പ്രമേയം ആദ്യം നമുക്ക് ലോക്സഭയിൽ അവതരിപ്പിക്കാൻ സാധിക്കില്ല. അത് രാജ്യസഭയ്ക്ക് മാത്രമുള്ള പ്രിവിലേജ് ആണ്. ആദ്യം ഈ പ്രമേയം അവതരിപ്പിക്കേണ്ടത് രാജ്യസഭയിലാണ്. അപ്പൊ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് പൂർണ്ണമായും ശരിയാണ്. വൈസ് പ്രസിഡന്റിനെ പുറത്താക്കാനുള്ള പ്രമേയം എവിടെ മാത്രമേ അവതരിപ്പിക്കൂ? ആദ്യം എവിടെ മാത്രമേ അവതരിപ്പിക്കൂ? രാജ്യസഭയിൽ മാത്രമേ അവതരിപ്പിക്കൂ. ഇനി ചോദ്യത്തിൽ ഒരു മാറ്റം വരികയാണ്. പ്രസിഡന്റിനെ പുറത്താക്കുന്ന പ്രമേയം ആദ്യം രാജ്യസഭയിൽ മാത്രമേ അവതരിപ്പിക്കൂ എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ? അത് തെറ്റാണ് എന്ന് പറയേണ്ടി വരും. കാരണം ആദ്യം രാജ്യസഭയിലും വേണമെങ്കിൽ അവതരിപ്പിക്കാം, ലോക്സഭയിലും വേണമെങ്കിൽ അവതരിപ്പിക്കാം. പ്രസിഡന്റിനെ പുറത്താക്കാനുള്ള പ്രമേയം രാജ്യസഭയിലും വേണമെങ്കിൽ അവതരിപ്പിക്കാം, ലോക്സഭയിലും വേണമെങ്കിൽ അവതരിപ്പിക്കാം. ക്ലിയർ ആണോ നിങ്ങൾക്ക്? നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. വാർഷിക സാമ്പത്തിക പ്രസ്താവന, ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ഇതിനെ നമുക്ക് ഷോർട്ടായിട്ട് നമുക്ക് എന്ത് പറയാം? ബഡ്ജറ്റ് എന്ന് പറയാം. ബഡ്ജറ്റിനെ കുറിച്ചുള്ള ചർച്ച ചെയ്യാൻ രാജ്യസഭയ്ക്ക് അധികാരമില്ല എന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ബഡ്ജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 112 ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അഥവാ ബഡ്ജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 112 ബഡ്ജറ്റിനെ കുറിച്ചുള്ള ചർച്ച നമുക്ക് ലോക്സഭയിലും ചർച്ച ചെയ്യാം, രാജ്യസഭയിലും ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പം ആ പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇതിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം.
ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റുകളാണ് ശരി. നമുക്കപ്പോ അത് ഉത്തരവായിട്ടുണ്ടോ എന്ന് നോക്കാം. ബി ഓപ്ഷനിൽ പറയുന്നുണ്ട് 1ഉം 2ഉം ശരിയാണെന്ന്. അപ്പം ഇതിന്റെ ഉത്തരമായി വരുന്നത് ബി ഓപ്ഷൻ ആണ്. ക്ലിയർ ആണ് നിങ്ങൾക്ക്? നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റ് ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. ആദ്യ സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് അധികാരം പ്രധാനമന്ത്രിയിൽ നിക്ഷിപ്തമാണ് എന്നതാണ് ആദ്യ സ്റ്റേറ്റ്മെന്റ്. സ്വാഭാവികമായും ഒരു സാധാരണക്കാരൻ ചിന്തിക്കുന്നത് എപ്പോഴും അധികാരങ്ങളെല്ലാം പ്രധാനമന്ത്രിയിലാണ് എന്നതാണ്. സാധാരണക്കാരൻ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞ് അത് തെറ്റാണ് എന്നല്ല. അധികാരങ്ങളെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയിൽ തന്നെയാണ്. പക്ഷേ ഭരണഘടനാപരമായി എങ്ങനെയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ആൻസർ എഴുതാൻ ഭരണഘടനാപരമായ ഉത്തരങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഇന്ത്യയുടെ ഭരണഘടനാപരമായ തലവനാര്, അല്ലെങ്കിൽ എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും നിക്ഷിപ്തമായിരിക്കുന്നത് ആരുടെ കൈവശം എന്ന് ചോദിച്ചാൽ ഉത്തരം എഴുതേണ്ടത് ഇന്ത്യൻ പ്രസിഡന്റ് എന്നതാണ്. ഉത്തരം എഴുതേണ്ടത് എന്താണ്? ഇന്ത്യൻ പ്രസിഡന്റ് എന്നതാണ്. പ്രധാനമന്ത്രിക്ക് അധികാരങ്ങളില്ല എന്നതല്ല. പ്രധാനമന്ത്രിയാണ് എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുന്നതെങ്കിലും ഭരണഘടനാപരമായി ആരാണ് തലവൻ എന്ന ചോദ്യത്തിന്റെ ഉത്തരം പൂർണ്ണമായും പ്രസിഡന്റ് എന്ന് മാത്രമേ എഴുതാവൂ. മന്ത്രിസഭയുടെ തലവൻ ആരെന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രിയെ നമുക്ക് എഴുതാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് പോലും ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ആർട്ടിക്കിൾ 75 പ്രകാരം പ്രൈം മിനിസ്റ്റർ ഈസ് അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് എന്നാണ് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 75 പ്രകാരം പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് പോലും ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ക്ലിയർ ആണ്? അപ്പം എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും നിക്ഷിപ്തമായിരിക്കുന്ന ആരുടെ കൈവശമാണ്? പ്രസിഡന്റ് കൈവശമാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാൻ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രധാനമന്ത്രിക്ക് സാധിക്കും എന്നതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. നമ്മളെ കബളിപ്പിക്കുക എന്നതാണ് ചോദ്യകർത്താവിന്റെ ലക്ഷ്യം. ചില പ്രത്യേക സാഹചര്യം എന്ന വാക്ക് കയറ്റുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ട് ഉത്തരം തെറ്റിച്ചാലോ എന്നതായിരുന്നു ഉദ്ദേശം. നമുക്കൊന്ന് മനസ്സിലാക്കാം ഈ ചോദ്യം. ഓർഡിനൻസുകൾ എന്താണ് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം നമ്മുടെ രാജ്യത്ത് നിയമനിർമ്മാണം നടത്തുന്നത് പാർലമെന്റ് ആണ്. പാർലമെന്റ് എന്നാൽ ലോക്സഭയും രാജ്യസഭയും പ്രസിഡന്റും ചേർന്നതാണ്. അപ്പോ ചില പ്രത്യേക സമയങ്ങളിൽ പാർലമെന്റ് വർഷത്തിൽ 365 ദിവസവും സമ്മേളിക്കുന്നില്ല. പാർലമെന്റ് സമ്മേളിക്കാതിരിക്കുന്ന സമയത്ത് ഒരു നിയമം പെട്ടെന്ന് തന്നെ നമ്മുടെ രാജ്യത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് കരുതുക. എങ്ങനെയായിരിക്കും അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? നമുക്ക് പ്രധാനമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടുന്ന ക്യാബിനറ്റ് ഒരുമിച്ച് ചേർന്ന് ഒരു നിയമം രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ നിയമം തയ്യാറാക്കി പ്രസിഡന്റ് കൈവശം കൊടുക്കുന്നു. പ്രസിഡന്റ് ആ നിയമത്തെ അംഗീകരിച്ചുകൊണ്ട് ഒപ്പിടുന്നു. ഇത്തരത്തിൽ ഒപ്പിട്ട് ഒരു നിയമം കൊണ്ടുവരുന്നതാണ് സാധാരണ രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഓർഡിനൻസ് എന്ന കാര്യം. ക്ലിയർ ആണ് നിങ്ങൾക്ക്? ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പ്രസിഡന്റിനും ഗവർണർക്കും മാത്രമാണ് ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാൻ സാധിക്കുന്നത്. പ്രസിഡന്റിന് കേന്ദ്രത്തിലും ഗവർണർക്ക് സംസ്ഥാനങ്ങളിലുമാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ സാധിക്കുന്നത്. പ്രസിഡന്റ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 123 പ്രകാരമാണെങ്കിൽ ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് 213 പ്രകാരമാണ്. ഒരു കാരണവശാലും മറ്റൊരാൾക്ക് ഇതിനുള്ള അധികാരമില്ല. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രധാനമന്ത്രിക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ സാധിക്കുമെന്നതാണ്. ഭരണഘടനാപരമായിട്ട് അത് പൂർണ്ണമായിട്ടും തെറ്റാണ്. ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുന്നത് പ്രസിഡന്റ്, കേന്ദ്രത്തിൽ പ്രസിഡന്റും സംസ്ഥാനങ്ങളിൽ ഗവർണറും മാത്രമാണ്. ഒരു ഓർഡിനൻസിന്റെ കാലാവധി 6 മാസമാണ്. ഒരു ഓർഡിനൻസിന്റെ കാലാവധി എത്രയാണ്? 6 മാസം. എന്നാൽ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ഒരു ചോദ്യം ചോദിക്കാം. എങ്ങനെയാണ്? ഒരു ഓർഡിനൻസ് നിലവിൽ വന്നതിന് ശേഷം പാർലമെന്റ് റീഅസംബിൾ ചെയ്താൽ ഓർഡിനൻസിന്റെ കാലാവധി എത്രയാണ്? സാധാരണഗതിയിൽ ഓർഡിനൻസിന്റെ കാലാവധി 6 മാസമാണെങ്കിൽ ഒരു ഓർഡിനൻസ് നിലവിൽ വന്നു, അതിനുശേഷം പാർലമെന്റ് വീണ്ടും സമ്മേളിച്ചു എങ്കിൽ എത്ര ദിവസം എന്ന് ചോദിച്ചാൽ 6 ആഴ്ചയാണ് ഉത്തരം. തെറ്റിക്കുവോ? എത്രയാണ്? 6 ആഴ്ച. അത് മനസ്സിലായോ?
ഒരു എക്സാമ്പിൾ പറയാം ഞാൻ. ഒക്ടോബർ 1 ഒരു ഓർഡിനൻസ് നിലവിൽ വന്നതെന്ന് വിചാരിക്കുക. ഈ ഓർഡിനൻസിന്റെ കാലാവധി എത്ര മാസമാണ്? 6 മാസമാണ്. ശരിയായ ഉത്തരമാണ് 6 മാസം. എന്നാൽ ഒക്ടോബർ 1 പാർലമെന്റ് സമ്മേളനം ഇല്ലായിരുന്നു. അപ്പോഴാണ് ഓർഡിനൻസ് ഉണ്ടാക്കിയത്. ഓർഡിനൻസ് പാർലമെന്റ് സമ്മേളിക്കുമ്പോൾ ഓർഡിനൻസ് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇനി ഒക്ടോബർ 1 ഈ ഓർഡിനൻസ് നിലവിൽ വന്നതിന് ശേഷം നവംബർ 1 പാർലമെന്റ് വീണ്ടും റീഅസംബിൾ ചെയ്തു, വീണ്ടും സമ്മേളിച്ചു തുടങ്ങി. ഇനി എത്ര മാസോടുണ്ട്? 1 മാസം കഴിഞ്ഞു, ഇനി 5 മാസോടുണ്ട് അല്ലേ? പക്ഷേ നവംബർ 1 പാർലമെന്റ് സമ്മേളിച്ചു കഴിഞ്ഞാൽ ഈ ഓർഡിനൻസിന്റെ കാലാവധി നവംബർ 1 മുതൽ 6 ആഴ്ചക്കാലത്തേക്ക് മാത്രമായിരിക്കും. നിങ്ങൾക്കിത് മനസ്സിലായോ? ഇത് ചോദ്യമായി ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ചോദിച്ചാൽ നിങ്ങൾ എഴുതുവാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോ ഓർഡിനൻസുകൾ ചില പ്രത്യേക സാഹചര്യത്തിൽ പ്രധാനമന്ത്രിക്ക് പുറപ്പെടുവിക്കാൻ സാധിക്കുമോ? ഇല്ല, പൂർണ്ണമായിട്ടും തെറ്റാണ് അല്ലേ ആ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നമുക്ക് ഓപ്ഷനിലോട്ടൊന്ന് പോവാം. 2 സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഓപ്ഷനിൽ ഏതാ പറയുന്നത്? എല്ലാം തെറ്റാണ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അല്ലേ? അപ്പൊ അതാണ് ശരിയായ ഉത്തരം. ക്ലിയർ ആണ്.